എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീറ്റ്റൂട്ട് ക്യാരറ്റ് തോരൻ വെച്ച് നോക്കിയാലോ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതിന് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1 ബീറ്റ്റൂട്ടും 3 പച്ചമുളകും. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ, പിന്നെ ഒരു കുഞ്ഞു സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നന്നാക്കിയിട്ട് നമുക്ക് വെള്ളത്തിലിടാം. കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിടുവേ. കുറച്ച് നേരം വെള്ളത്തിലിട്ടതാണ്. എന്നിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ഒന്നും കൂടി കഴുകി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാനുള്ള രീതിയിൽ ഇതെല്ലാം അരിഞ്ഞെടുക്കുവേ. ആദ്യം ചോപ്പറിൽ ക്യാരറ്റും ബീട്രൂട്ടും മാത്രം ഇട്ടൊന്ന് ചോപ്പ് ചെയ്തിടുക. വെക്കാൻ ഉദ്ദേശിച്ച പാത്രത്തിലോട്ട് ഇതങ്ങോട്ട് പകർത്തിയാൽ മതിയേ. അത് ചോപ്പ് ചെയ്തത് മാറ്റി കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളകും കൂടി ഇട്ട് ഒന്നും കൂടി ചോപ്പ് ചെയ്തെടുക്കുക. ചോപ്പർ റൂട്ടിനുള്ള കാരണം വേഗം പണി തീരും. ക്യാരറ്റും ബീട്രൂട്ടും മാറ്റിയ പാത്രത്തിലോട്ട് തന്നെ സവാളയും പച്ചമുളകും കൂടി ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. മൂടി വെച്ച് വേവിക്കാൻ തന്നെ വെക്കാവേ. 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലോണം വെന്ത് ആ വെള്ളവും പറ്റിയിട്ടുണ്ടാവും. ആ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴേക്കാളും കുറച്ച് കറിവേപ്പിലയും 5-6 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി 5-6 അത്രയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി വരിക. ആ ചുവന്നുള്ളിയും കൂടി ഒന്ന് വാടി വരുമ്പോഴേക്കാളും 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ചിക്കി എടുത്താൽ മതി. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ക്യാരറ്റ് ബീട്രൂട്ട് തോരൻ അങ്ങനെ റെഡിയായി. നല്ല ചുവന്ന ബീട്രൂട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല കളറായില്ലേ. ആ ക്യാരറ്റിൻ്റെ കളറല്ല കാണുന്നത്, ബീട്രൂട്ട്. ആകെ ഇത് ബീട്രൂട്ട് തോരനായിട്ടേ തോന്നുള്ളൂ, പക്ഷേ അതിനകത്ത് ക്യാരറ്റും കൂടി ഉണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരാളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോറും ഈ തോരനും മതി എന്നും പറഞ്ഞുകൊണ്ടാണ്. ഒപ്പം ഒരു തിരി ഇറച്ചി അച്ചാറും കൂടി എടുത്തിട്ടുണ്ട്. ചില കുട്ടികൾക്ക് ബീട്രൂട്ട് തനിയെ ഒലത്തിയത് ഇഷ്ടമില്ല, അപ്പോൾ ഒന്ന് ക്യാരറ്റും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഒലത്തി കൊടുത്ത് നോക്കിയേ. ഇതിന് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ കടുക് പൊട്ടിച്ചോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. പച്ച വെളിച്ചെണ്ണയും പച്ചുള്ളിയും എല്ലാവരും കൂടി ഒന്ന് തിരുമ്മി പൊത്തി എടുത്തേക്കണ രീതിക്കാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.